Welcome to Fira Basmati Rice Biryani Queen powered by Willy White's Toothpaste. അപ്പോൾ നമ്മുടെ ബിരിയാണി ക്വീൻ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഒരുപാട് കഴിവുള്ള കണ്ടസ്റ്റൻസാണ് എല്ലാ റൗണ്ടിലും മത്സരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ബിരിയാണി റൗണ്ട്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സീ ഫുഡ് റൗണ്ട്സ്. അതിൽ തന്നെ എത്ര വ്യത്യസ്തമായ വിഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? അപ്പോൾ ഞങ്ങളും നിങ്ങളും ഒക്കെ തന്നെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പറ്റീഷനായി മാറിക്കഴിഞ്ഞു നമ്മുടെ ബിരിയാണി ക്വീൻ. അപ്പോൾ ഇന്നും വ്യത്യസ്തമല്ല, വേറെ 4 കണ്ടസ്റ്റൻസുമായിട്ട് നമ്മുടെ ഇന്നത്തെ റൗണ്ടും ആരംഭിക്കുകയാണ്. അതായത് 4ാമത്തെ ഗ്രൂപ്പ് ഓഫ് കണ്ടസ്റ്റൻസിൻ്റെ ഫസ്റ്റ് റൗണ്ടിൻ്റെ മത്സരം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും നിങ്ങൾ കാണുക, ആസ്വദിക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം കൃഷ്ണയെ കൂടിയുണ്ട്. അപ്പോൾ കൃഷ്ണയെ കൂടി സ്വാഗതം ചെയ്യാം. ഓൾറെഡി നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ 4 പേരും റെഡി? യെസ്, തുടങ്ങാം അല്ലേ? ഓക്കെ. ഞാൻ ജിഷ ബിജിത്ത്, തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു പ്രോൺസ് ബിരിയാണിയാണ്. തലശ്ശേരി സ്റ്റൈലാണ് ചെയ്യുന്നത്. പ്രോൺസ് ട്രോപ്പിക്കൽ ഡിലൈറ്റ് ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 കപ്പോളം വരും. ഇതിനകത്ത് ഞാൻ കുറച്ച് സവാള സ്ലൈസ് ചെയ്തതും കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർക്കണം. ഇനി നമുക്ക് ചെമ്മീൻ്റെ തല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ്റെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയൊന്ന് മാറ്റാം. നമ്മൾ റൈസിലേക്ക് ചേർക്കാനുള്ള സ്റ്റോക്കാണിത്. സവാള വറുത്ത് കോരാനാണ്. ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു 1/4 ചേർത്ത് കൊടുക്കുക. ഈ ഓയിലിനകത്ത് നന്നായിട്ട് പൊരിച്ച് കോരണം ഈ സവാള. പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തതും ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പ്രോൺസിലേക്ക്. ഇനി ഇത് ഓയിലിനകത്ത് നമുക്ക് കോരി മാറ്റാം ഈ സവാള. എപ്പം നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ചേർക്കുകയാണെങ്കിൽ കളറ് കിട്ടും. അപ്പോൾ നമ്മൾ പ്രോൺസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു പാനിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം നമുക്ക്. അതിനായിട്ടൊരു പാൻ ഇപ്പം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ ഗീ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഒരു 4 സവാളയുണ്ട്, സ്ലൈസായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
പേര് ജിഷ ബിജി. ജിഷ ബിജിത്ത് തലശ്ശേരി. Okay. മറ്റൊരു തലശ്ശേരി. അപ്പോൾ തലശ്ശേരി ബിരിയാണിയാണോ ആ ഉണ്ടാക്കുന്നത്? തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണി ഞാൻ തന്നെ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ട്രോപ്പിക്കൽ സ്റ്റൈലിൽ പ്രോൺസ് ട്രോപ്പിക്കൽ ഡിലൈറ്റ് ബിരിയാണി. Okay. ഞാൻ ഒരുപാട് പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ട് ഇതിനകത്തൊക്കെ വിൻ ഞാൻ തന്നെ ക്യൂറേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് പ്രോൺസ് ആണ്. പ്രോൺസിന്റെ ഫ്ലേവർ വരുത്തക്ക വിധത്തിൽ ഒരുപാട് മസാലയൊന്നും ചേർക്കാണ്ട് നമ്മൾ പെരിഞ്ചീരകല്ലേ അതിന്റെ മസാല കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് മാം. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അല്ല ആംല നെല്ലിക്ക ക്രഷ് ചെയ്തത് പിന്നെ പച്ചമാങ്ങ പിന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് പൈനാപ്പിൾ പച്ചമാങ്ങ ആൻഡ് ഇത് നമ്മളെ നെല്ലിക്ക ചതച്ചത്. ഓ അതാണ്. ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞ വർഷം വരെ ദുബായിലായിരുന്നു. അന്നേരം മാമിനെ മീറ്റ് ചെയ്തത് ഇവിടെ ഷാർജ ബുക്ക് ഫെയറിൽ 2017. അവക്കാഡോ ചീസ് കേക്ക് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ചീസ് കേക്ക് അതിൻ്റെ വേരിയേഷൻ ഞാൻ ചക്കയിൽ കൊണ്ടുവന്നു. അപ്പോൾ ലുലുലൊക്കെ ഫസ്റ്റും പ്രൈസ് വിൻ ചെയ്ത ഒരുപാട് ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. മക്കളൊക്കെ ഇപ്പോൾ ഏതാ സ്റ്റേജാണ്? മോന് ബിടെക്കിന് പഠിക്കാണ് കാഞ്ചീപുരത്ത് ചെന്നൈയിൽ. പിന്നെ രണ്ടാമത്തെ ആൾ 8th രണ്ടാം കുട്ടികളാണ്. സ്മാർട്ട് അല്ലേ? താങ്ക് യു. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. സെയിം ടൈമിൽ തന്നെ നമുക്ക് ഗാർലിക്ക് ഒരു ചതച്ചത് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. പച്ചമാങ്ങ സ്ലൈസസ് ചേർത്ത് കൊടുക്കുക. നെല്ലിക്കേൻ്റെ ആ ഒരു ക്രഷ് ചെയ്ത് ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പെരിഞ്ചീരപ്പൊടിയാണ്. വലിയ ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം. പ്രോൺസ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുക. മല്ലിയില ഒരു വലിയ കൈപ്പിടി തന്നെ ചേർക്കണം. പുതിനയില കുറച്ച് മതി. അതേപോലെ തന്നെ പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച സവാള ചേർക്കുന്നുണ്ട് നമ്മൾ. അതും ഒരു വലിയ കൈപ്പിടി ചേർത്ത് കൊടുക്കുക. ഒരു ഹാഫ് ലവണും കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഓൾമോസ്റ്റ് ഓൾ റെഡി ആയിട്ടുണ്ട്. റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു പാൻ ഇപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഹോൾ മസാലാസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് കൈമ റൈസാണ്. കൈമ റൈസ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഊറ്റി വെച്ചതാണ്. അരിയെല്ലാം നന്നായിട്ട് ഇതിനകത്ത് ഈ ഗീയിലേക്ക് കോട്ട് ചെയ്ത് വരണം. ഇതിലേക്ക് നമ്മൾ ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ കൈമ റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇഞ്ചി ക്രഷ് ചെയ്തതും കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തതും ഈ റൈസിൽ ഫ്ലേവർ കൊടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഏത് സ്റ്റേജ് എത്തി? ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ടും. അപ്പോൾ ആയി അല്ലേ? ദമ്മായോ? ദമ്മായിട്ടില്ല. ദമ്മൊന്നും മസാല റെഡി, ചോറ് റെഡി, ചമ്മന്തി റെഡി, അച്ചാർ റെഡി. ഇനി ദമ്മിടുന്ന ജോലിയുണ്ട്. നെക്സ്റ്റ് എന്താ അച്ചാറായിരുന്നു? ഞാൻ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് ട്രോപ്പിക്കൽ ആ രീതിയിൽ ചെയ്തുകൊണ്ട് പൈനാപ്പിൾ തന്നെ ആയിക്കോട്ടെ. ഓ ട്രോപ്പിക്കൽ. ഓക്കെ. ആ തീമിലായുണ്ട്. തീമാറ്റിക് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വീട്ടിൽ നമ്മൾ കിച്ചണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കില്ല അതുമാതിരി. യൂട്യൂബ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ഓ വെരി ഗുഡ്. ജിഷാസ് കിച്ചൺ മാജിക് എന്ന് പറഞ്ഞു. ജിഷാസ് കിച്ചൺ മാജിക് ഇൻസ്റ്റയിലുണ്ട്. സെയിം പേര് തന്നെയാണ്. സെയിം പേര് ജിഷാസ് കിച്ചൺ മാജിക്. റൈറ്റ്, ഞങ്ങൾ നോക്കാം. താങ്ക് യു മാം. ഓക്കെ, റൈസ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലേക്ക് പ്രോൺസിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദമ്മ് പൊട്ടിക്കുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
പേര് ഷഹന, പാലക്കാട് ജില്ലയിൽ കൂടല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ കൂർക്ക ബിരിയാണി. ആദ്യം നമുക്ക് കിസ്മിസ്, സവാള, കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചെടുക്കുക. ഗീ ഒഴിച്ച് ചൂടായതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു 5 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കുക. സവാള ഫ്രൈ ആയി തുടങ്ങി. ഫ്രൈ ചെയ്ത സവാള ഒരു പാനിലേക്ക് മാറ്റാം. ശേഷം കിസ്മിസും കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത കാഷ്യൂ, കിസ്മിസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചെമ്മീൻ മസാല തേക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, സാൾട്ട് ആവശ്യത്തിന്, പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മസാല തേച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാൻ തലയോട് കൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറെ മസാല വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായി കൂർക്ക വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കണം. 4 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. കുക്കർ മാറ്റി വെക്കുക. അടുത്തതായി കൂർക്ക ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശേഷം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. വഴന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്നതിന് ശേഷം ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഫ്രൈ ആയതിനു ശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബിരിയാണി മസാല 1/4 ടീസ്പൂൺ, പകുതി ലെമൺ പിഴിഞ്ഞു കൊടുക്കാം. ഹലോ ഷഹന, ഹായ്. പാലക്കാട് അല്ലേ? ഉള്ളിയൊക്കെ വറുത്ത് കുറച്ച് ഓവർ ഗോൾഡൻ ഓവർ ബ്രൗൺ ആയോ? എന്താ ഉണ്ടാക്കാൻ പോണത്? സീ ഫുഡ്, ചെമ്മീൻ കൂർക്ക ബിരിയാണി. ചെമ്മീനും കൂർക്കയും കൂടെ ബിരിയാണി. കൂർക്ക എവിടെ? കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർമ്മയുണ്ടോ കൂർക്ക പായസം കുടിച്ചത്? പായസം, കൂർക്ക പായസം. അടിപൊളി. ഓക്കെ. അപ്പോൾ ബാക്കി ചെമ്മീൻ കൂർക്ക മസാല ഒക്കെ ഉണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ചേർക്കും. കൂർക്ക മനസ്സിലായി. ഫ്രൈ ചെയ്ത് കുറച്ച് കരിഞ്ഞു പോയി അല്ലേ? റൈസ് എന്താണ്? കൈമ തന്നെ. കൈമ. ഓക്കെ. അപ്പോൾ പാലക്കാട് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഞാനൊരു ഹോം ബേക്കറാണ്. 7 വർഷമായി കേക്ക് ചെയ്തോണ്ടിരിക്കും. കേക്ക്സ് ആണ് അല്ലേ സ്പെഷ്യൽ? പിന്നെ മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ട്. മത്സരങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. ട്രൈ ചെയ്യാം. ഇതിപ്പോ ഏത് പാറ്റേൺ ആണ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്? ഇത് നമ്മുടെ അവിടുത്തെ പാലക്കാടൻ ശൈലിയിലാണോ? അപ്പോ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ് ഞങ്ങൾ തൃത്ത കൂടല്ലൂർ എന്നാണ് ഞങ്ങളുടെ സ്ഥലം. അവിടെ ഏതാ ഈ റാവുത്തർ ബിരിയാണി ടൈപ്പ് ആണോ? അങ്ങനെയാണോ? അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ സ്റ്റൈൽ എന്താണ്? അവിടുത്തെ കൈമ വെച്ചിട്ട് ചെയ്യും. നോർമൽ ബിരിയാണി. നോർമൽ ബിരിയാണി നോക്കാം. ഓക്കെ. ഫ്രൈ ചെയ്ത ഉള്ളിയിലേക്ക് കൂർക്കട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടുത്തതായി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത അരി വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അരി തിളപ്പിക്കാനുള്ള വെള്ളത്തിലേക്ക് പട്ട 2 എണ്ണം, ഏലക്ക 4 എണ്ണം, ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ശേഷം കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. കൂർക്ക പുറത്തു വന്നതുണ്ടല്ലോ വേവിച്ച് വറുത്തായിരുന്നോ? വറുത്തായിട്ടാ. ശരി. പിന്നെ റൈസ് ഊറ്റിയെടുക്കാനാണോ പ്ലാൻ? പറ്റിക്കല്ല. അല്ല, ഊറ്റിയെടുക്കാം. പിന്നെ എനിക്ക് ബാക്കി മീറ്റ് മസാല. ഓക്കെ, ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല റെഡി. കൂർക്കയും ചെമ്മീൻ. ഇനിയിപ്പോ പെട്ടെന്നാവുമല്ലോ അല്ലേ? ഇത് ഊറ്റിയെടുത്താൽ ദം ചെയ്യും. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കോക്കനട്ട് മിൽക്ക് ചേർക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് ചേർക്കാം. അടുത്തതായി കൂർക്ക ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ദം ചെയ്യാനായിട്ട് 10 മിനിറ്റ് സിമ്മിലിട്ട് വെക്കാം. ദം ചെയ്ത ബിരിയാണി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെമ്മീൻ കൂർക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഹസീന ഹനീഫ്. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ എൻ്റേതായ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഓഷ്യൻ സീക്രട്ട് ബിരിയാണി. ആദ്യമായി ഒരു പാന് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഘീ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് സവാള ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഞാനിവിടെ എൻ്റെ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ. സവാള ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അത് പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണം. ഇനി ഈ വെള്ളാവോലി ഒരു കുറച്ച് 4-5 ചെമ്മീൻ ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫിഷും ഈ ചെമ്മീനും ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇനി അടുത്തതായി ഈ ബാക്കി വെച്ച ഓയിൽ അല്പം കൂടി ഒഴിച്ച് അതിൽ മസാലയുടെ ഈ ഉള്ളി വഴറ്റണം. ഈ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കുറച്ച് വാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നല്ലോണം കറിവേപ്പില ഇടുക. ഇത് നന്നായി സോഫ്റ്റ് ആകുന്നവരെ വാട്ടിയെടുക്കണം. ഇത് ഏകദേശം വഴന്ന് വരാറായി. ഇതൊരു സൈഡ് ആക്കി ബാക്കി ഇൻഗ്രീഡിയൻസ് ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇതൊരു 3 ടീസ്പൂൺ. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് നന്നായി മാറി വരുന്നത് വരെ, സോഫ്റ്റ് ആകുന്നത് വരെയും നല്ലോണം വഴറ്റണം. ഇനി ഇതിലേക്ക്
പച്ചമുളകും മല്ലിയിലയും കൂടെ പുതിനയിലയും കൂടെ അരച്ചതാണിത്. അതൊരു 2 ടീസ്പൂൺ 2-2.5 ടീസ്പൂൺ വരെ ആവാം. ഇത് ഏകദേശം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചതും ക്രാബ്, കല്ലുമ്മക്കായ ഇത് ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഇതിനി ഒന്ന് നന്നായി നല്ല വഴറ്റി ഒരല്പസമയം കൂടെ മൂടി വെക്കുക. ഇനി അടുത്തത് ഇതിലേക്ക് ഒരല്പം ഒരു 1/2 കപ്പോളം തൈര് ചേർക്കുക. ഇത് തൈര് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഒരു 8 to 10 മിനിറ്റ്സ് വേവുന്നത് വരെ മൂടി വെക്കുക. ഫ്രൈ ചെയ്ത ഈ ഉള്ളി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കും. യെസ്, കൽക്കട്ട കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത ആളാണ്. മച്ച ബിരിയാണിയാണോ? മച്ഛലി ബിരിയാണിയാണോ? മച്ഛലി മിക്സഡ് മച്ഛലിയാണ്. മിക്സഡ് ഫിഷ് എന്തൊക്കെയാ വരിക? ഇത് ക്രാബ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്, പിന്നെ ഒരു പോംഫ്ലെറ്റ് ഫിഷ്. ഇത് പോംഫ്ലെറ്റ് കിട്ടിയായിരുന്നു അല്ലേ? വൈറ്റ് ആഗോലി, വെള്ളാവോലി, അത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഹോളായിട്ട് തലയടക്കം തന്നെ മസാല ആക്കി. തലയും കൂടെ ചേർത്തു? ആ, അതിൻ്റെ ടേസ്റ്റ്. ഏതിൻ്റെയൊക്കെ തല? ഇതിൻ്റെ മാത്രം. ഈ ക്രാബ് അങ്ങനത്തെ ഇത് പ്രോൺസിൻ്റെ. പ്രോൺസിൻ്റെ, ഓക്കെ. പിന്നെ മഷ്റൂം ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. മഷ്റൂം ഉണ്ട്, അത് ഞാൻ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ചേർത്തു. എൻ്റെ ഒരു കയ്യിൽ നിന്നുള്ള ഒരു ഇംപ്രവൈസേഷൻ. കൽക്കട്ടയിൽ നിന്ന് വന്നിട്ട് എത്ര കാലമായി നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ട്? 16 ഇയേഴ്സ്, 16 വർഷമായി. ബംഗാളി ഫുഡൊക്കെ നല്ല ബംഗാളി ഫുഡ് അങ്ങനെ അത്യാവശ്യം. അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്, പാനിപ്പൂരി, ദഹിപ്പൂരി, ദഹിവടയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും. മക്കള് 5 പേരുണ്ട്. 5 കുട്ടികളുണ്ട്. വാവ്, 3 പേര് കല്യാണം കഴിഞ്ഞ്, ഇനി 3 പെൺകുട്ടികൾ അവിടെ അബുദാബിയിലാണ്. 3 പേര് അവിടെ. 2 HR-ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ സൈക്കോളജിസ്റ്റായിട്ട് അവിടെ. പിന്നെ മോന് 4ാമത്തെ ആളാണ്. അപ്പോൾ അവന് ഡൽഹിയിൽ UX ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ +2 പഠിക്കുന്ന ഒരു മോള്. മോള് ഒരു മോനേ ഉള്ളൂ. അടുത്തത് ഈ ഓണിയൻ ഫ്രൈ ചെയ്ത ഈ ഓയിൽ കുറച്ച് കുക്കറിലേക്ക് ഒഴിക്കുക. ഒരല്പം കാഷ്യൂ ഒന്ന് നന്നായി വാടി വരുമ്പോൾ കുറച്ച് കിസ്മിസും ഇത് വഴറ്റി മാറ്റി വെക്കും. ഇനി അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അതിലേക്ക് ഇത് മുറിച്ച് വെച്ച ബട്ടൺ മഷ്റൂമാണ്, അല്പം വെളുത്തുള്ളി അരച്ചത്, കൂടെ ഒരല്പം പെപ്പർ. ഇത് നന്നായി ഒന്ന് വഴറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ഓണിയൻ ഫ്രൈ ചെയ്ത ആ ഓയിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത്. ഫെനൽ സീഡ്സ് ആണ് ഒരല്പം, ഒരു 2-3 വഴനയില, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു 4-5 ഏലക്ക. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇത് ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഈ ചോറ് വേവുന്ന സമയം കൊണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൽ ഒരല്പം കളറ് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായി ഇത് മസാലയിലേക്ക് ചോറിട്ട് നമുക്ക് ദം ചെയ്യാം. അല്പം ചോറ് ഇടുക. അതിനുശേഷം പുതിന ഇല, മല്ലിയില എന്നിവ മുകളിൽ വിതറുക. ഒരല്പം ഉള്ളി ഇടുക, കാഷ്യൂ, കിസ്മിസ്, ഒരല്പം കളർ ഇടുക. ബാക്കിയുള്ള ചോറ് മുകളിൽ വീണ്ടും ഒരു ലെയറാക്കുക. ഇനി അവസാനമായി ഞാൻ ഈ സോട്ട് ചെയ്ത് വെച്ച മഷ്റൂം മുകളിൽ തൂകുക. കാഷ്യൂ, കിസ്മിസ്, അല്പം കളർ, പുതിനയില, മല്ലിയില, അല്പം ഗീ കൂടെ ഇട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ചെറിയ തീയിൽ ദമ്മിൽ വെക്കണം. ഓഷ്യൻ എന്തായിരുന്നു? ഓഷ്യൻ സീക്രട്ട് ബിരിയാണി.
യെസ്. ആ അതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കും അല്ലേ? മാക്സിമം അതിനകത്ത് കയറ്റി. എത്ര റൈസ് എടുത്തിരുന്നു? ഞാൻ ഹാഫ് കെ ജി. ഹാഫ് KG. ഓക്കെ. ആവറായോ? ഒരു ആവാറായോ? കുക്ക്ഡ് ആവറായോ? ഇല്ലിപ്പോൾ ഞാൻ ദമ്മിൽ വെച്ചിട്ട് 5 മിനിറ്റ്സ് ആകുന്നേ ഉള്ളൂ. ഇനി എത്ര ടൈം 10 to 15 മിനിറ്റ്സ്. അല്ല മീൻ വറുത്തത് ഏറ്റവും മുകളിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അതൊന്ന് ഡെക്കറേഷൻ കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാം അകത്ത് പോയല്ലോ. എല്ലാത്തും കുറച്ച് ബാക്കി അതൊക്കെ അത് ആവശ്യത്തിന് വെച്ച് അത്ര ആവശ്യം. അപ്പൊ ഓൾമോസ്റ്റ് റെഡി. റെഡിയാണ്. ഇത് 10 മിനിറ്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. ബിരിയാണി ദം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവിങ് ബൗളിലേക്ക് മാറ്റാം. എൻ്റെ പേര് അവസന. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് വരുന്ന. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ചക്ക ഞണ്ട് ബിരിയാണിയാണ്. ഇത് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഇതായിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അതുപോലെ കുറച്ച് ഗീയും. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കാനുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഈ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിലും ഗീയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് കഴുകി ഊറ്റി വെച്ച റൈസാണ്. അത് നമുക്കൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഞാനിത് ഈ കപ്പിൽ 3 കപ്പ് റൈസാണ് എടുത്തത്. അതിലേക്ക് ഒരു 4.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇത് നമുക്കിനി ആ വറുത്ത് വെച്ച റൈസിലേക്ക് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. ചെറിയ 2 കഷ്ണം കറാമ്പട്ട, 4-5 കറാമ്പൂ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഈ തെക്കോല എന്ന് പറഞ്ഞ ഈ ലീഫുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി കുക്കറൊന്ന് അടച്ചു വെക്കുക. ഇത് ഒരു വിസിലാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇതൊരു വിസിലടിച്ചിട്ട് നമുക്ക് ക്രാബിൻ്റെ മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂണ് ഓയിൽ ഒഴിക്കുക. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണ് ഗീയും. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു 3 മീഡിയം സൈസുള്ള തക്കാളിയാണ്. തക്കാളി നല്ലോണം ഒന്ന് വഴണ്ട് വരണം. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചതാണിത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഹാസന ഫ്രം മലപ്പുറം. അടിപൊളി. ഹാസനയുടെ കണ്ണ് കണ്ടോ? കുറച്ചൊരു ബ്രൗൺ ആണ് അല്ലേ? അതെ. അടിപൊളി. ഇതിപ്പോൾ ചക്കയും ക്രാബും റയറാണല്ലോ. ഓക്കെ, റയർ കോമ്പിനേഷൻ. ഇത് സാധാരണ ചെയ്തിട്ടുള്ളതാണോ വീട്ടിൽ? ചെയ്യാറുണ്ടോ അങ്ങനെ? ചെയ്തിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇതിനു വേണ്ടി ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഓ വെരി ഗുഡ്. ആൻഡ് റൈസ് എന്താണ്? കൈമ റൈസ്. മസാല സെറ്റായി. ഇത് അതിലേക്ക് ചേർക്കാനുണ്ട്. എല്ലാം കൂടെ ചേർക്കണം. കാര്യങ്ങളൊക്കെ റെഡിയാണ്. തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത് ക്രാബ്. ഓ, ക്രാബ് വേവിക്കാൻ പോണേ. ഓക്കെ. എന്നിട്ട് ആ സ്റ്റോക്ക് യൂസ് ചെയ്യോ? ആ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ട് റൈസ് ദമ്മിടുമ്പോൾ അതിൽ റൈസ് ഞാൻ വേവിച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇനി ദമ്മിടുമ്പോൾ ഇതന്നെ ആ പ്രോസസ് ചേർക്കാം. ഓക്കെ. അപ്പോൾ വീട്ടിലാരൊക്കെയല്ലേ? വീട്ടിൽ ഉമ്മ, അപ്പ, പിന്നെ ഹസ്ബൻഡ്, 3 മക്കളുണ്ട്. 3 മക്കൾ. ഓക്കെ. അവരൊക്കെ എന്ത് പ്രായം? അവർ ഒരാൾ 10 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്. ചെറിയ മോള് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 വയസ്സ്. അവർ റൂമിലാണ്. ശരി. ഓക്കെ. ബേക്കറോ? ഹോം ബേക്കറാണ്. എത്ര നാളായി? ഒരു 4-5 വർഷം. ഇഷ്ടംപോലെ ഓർഡേഴ്സ് കിട്ടാറുണ്ടോ?
കേക്ക്, ചേച്ചിയാണ് ഹാമ്പർ, ചേച്ചിയാണ് ഇതിനെല്ലാം കാരണം കേട്ടോ. ഹാമ്പേഴ്സ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, സ്നാക്സുകളൊക്കെ. വെരി ഗുഡ്. കൊള്ളാം അല്ലേ? എന്നാലും ആ പാഷൻ മനസ്സിലായല്ലോ. 1.5 വയസ്സുള്ള മോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നടക്കട്ടെ. ഓക്കെ, ഇതിൽ നമ്മൾ തൈരും ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൽ ഇനി കുറച്ച് മല്ലിയില, പുതിനയില ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്രാബ് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ക്രാബാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ചെറിയ സൈസ് ചക്കയാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെക്കാം. ഇത് അടച്ച് വെക്കുമ്പോൾ ആ ക്രാബിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇതൊരു ഹാഫ് കുക്കാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി തേങ്ങാപ്പാലിലൊന്ന് കിടന്നിട്ടൊരു 5 മിനിറ്റ് ക്രാബ് ഒന്നുകൂടെ ഒന്ന് കുക്കാവട്ടെ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 2 കയ്യിൽ ഇതിൻ്റെ സ്റ്റോക്കൊന്ന് മാറ്റി വെക്കണം. നമുക്ക് ദം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇടുക, അതുപോലെ കുറച്ച് ഗരം മസാലയും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ഒന്ന് ദം ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി, നമ്മൾ എടുത്ത് വെച്ച ക്രാബിൻ്റെ സ്റ്റോക്കും. യെസ്, ഇവിടെ ദമ്മിങ് സ്റ്റേജിലേക്ക് എത്തി. Final stages. ബാക്കി എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, ലെയർ ആയിട്ടാണ് എടുക്കുന്നത്. ആ സ്റ്റോക്ക് ഇടയ്ക്ക് ഒഴിക്കുന്നു. സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. മസാല, റൈസ് നന്നായിട്ടുണ്ട്. റൈസ് കണ്ടിട്ട് നന്നായിരിക്കണം. അതാണ് സ്റ്റോക്ക്. ഇതാണ് സ്റ്റോക്ക്. ക്രാബ് വെച്ച് ക്രാബും ചക്കയും വേവിച്ചെടുത്ത് അതിൻ്റെ സ്റ്റോക്ക്. ഇത് എന്ത് ചക്ക? മറ്റേ ചെറിയ ചക്ക? ചെറിയ ചക്ക, നമ്മൾ ഇടിച്ചക്ക എന്നൊക്കെ പറയുന്ന ഉപ്പേരി വെക്കുന്ന ആ ചക്ക. ഇനി ഇത് സെറ്റാണ്. ഇനി എത്ര നേരം തമ്മിൽ വെക്കും? ഇത് 10 minutes? 10 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അതെല്ലാം അടിയിലോട്ട് പോയി അല്ലേ? ബാക്കി ചക്കയും. യെസ്, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടേബിൾ. അതാണ് ഇനി നമുക്കൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഞണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡിയാണ്. ബിരിയാണി മിസ് തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടൊരു അഭിപ്രായം കേൾക്കണം അല്ലേ? എന്താണ് ജഡ്ജ്മെൻ്റ് എന്ന് അറിയണം. എന്താ ടെൻഷൻ ഉണ്ടോ? ഇല്ല, കൂൾ ഉണ്ടോന്നാണോ ഇല്ലെന്നാണോ? ഇല്ല. ഈ സൈഡ് ടെൻഷൻ കഴിഞ്ഞു. കഴിഞ്ഞു. ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞു. ഉണ്ടാക്കിയപ്പോൾ പൂർണ്ണമായി സെറ്റ്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിലിമിനറി ആയിട്ട് ഞങ്ങൾ പറയുന്നു, സെലക്റ്റഡ് ആകാം, അല്ലാതാകാം. എന്തായാലും സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാം. ഓക്കെ, ഒരു ഫൺ മൂഡായി വിചാരിക്കാം മനസ്സിൽ. ഒരു ദിവസത്തെ വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ അങ്ങനെ ആവാം, നാളെ ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻ്റ് ആകാം. അങ്ങനെ ഇനിയും അവസരങ്ങൾ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. വിളിക്കാം. ഫസ്റ്റ് ഷഹാന ഹാരിസ്, പാലക്കാട്. കാർവിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, വെജിറ്റബിൾ ഒക്കെ കാർവ് ചെയ്തിട്ടുണ്ടല്ലോ. ഫ്ലവർ ഉണ്ടാക്കി അല്ലേ? റോസ്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യും. ചേച്ചി എങ്ങാനും കാണിച്ചു ഇല്ല കൊടുത്തിട്ട് ഇല്ല, ഞാനില്ല.
അപ്പം നമ്മൾ കണ്ടു ഉണ്ടാക്കിയ രീതിയൊക്കെ കണ്ടിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൂർക്കയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നു അല്ലേ? കൂർക്ക വിത്ത് പ്രോൺസും അത് രണ്ടുമല്ലേ ഉള്ളൂ? കൂർക്കയും പ്രോൺസും മാത്രം. അതെ, അതെ. യെസ്, നോക്കിയാലോ. ഹാപ്പി ആണല്ലോ അല്ലേ? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കൂർക്ക എടുക്കണോ പ്രോൺസ് എടുക്കണോ എന്ന് നോക്കും. ഇത് എന്തൊക്കെയാണോ? ഇത് എന്ത് പിക്കിളാണ്? അത് ഉണക്കമാങ്ങ ഉണ്ട്, ഉപ്പിലിട്ട മാങ്ങയായിട്ടും ചെയ്തിട്ടുണ്ട്, ഉണക്കമാങ്ങയായിട്ടും ചെയ്തിട്ടുണ്ട്. ഉണക്കമാങ്ങയുടെ നല്ല രസമുണ്ട്. മറ്റേത് 2 ദിവസം ഉപ്പിലിട്ടിട്ട് അങ്ങനെ ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. കൂർക്കയാണ് കുറച്ച് കൂടുതലായിട്ട് ഫ്ലേവർ കയറി നിൽക്കുന്നത്. കൊള്ളാം, നൈസ്. ഒരു ഡിഫറെൻറ്റ് അല്ലേ? സാധാരണ അങ്ങനെ ആരും ചെയ്യുന്ന ബിരിയാണി, കൂർക്ക ചെമ്മീൻ ബിരിയാണി ഒരു പുതിയ തോട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഞാൻ ചെയ്തു. അതിന് മുന്നേ ഏതെങ്കിലും കോമ്പറ്റീഷൻ? ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കൊള്ളാം, ഗുഡ് അറ്റംപ്റ്റ്, നൈസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് പേഴ്സണെ വിളിക്കട്ടെ. ഓക്കെ, ഹസീന ഹനീഫ്, കണ്ണൂർ. എന്തെങ്കിലും ഉണ്ടോ? സിംബോളിക്കായിട്ട് ഫിഷൊക്കെ മേളിൽ വന്നു അല്ലേ? അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട്. ഓഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഓഷ്യൻ സീക്രട്ട് ബിരിയാണി. അപ്പൊ അകത്തോട്ട് സീക്രട്ട് ഉണ്ട്, പക്ഷെ ആദ്യമേ എല്ലാം കാണിച്ചിട്ടുണ്ട് മേളില്. ഇല്ല, ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കല്ലുമക്ക എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു ഹവായിൻ ഫീൽ. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഓറഞ്ചിനെ ചെയ്തിട്ട് നൈസ്, ക്യൂട്ട്. സാധാരണ കോമ്പറ്റീഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, കോമ്പറ്റീഷന് സ്ഥിരം പോകുന്ന ആളാണോ? ചില ഫൈനലിസ്റ്റ് ആയിരുന്നോ? ഓക്കെ, മേജർ കോമ്പറ്റീഷൻസ്. മസാല മിക്സ് ചെയ്തിട്ട് കഴിക്കണം. ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ലെയറാക്കി ഇട്ടതാണ്. ക്രാബും പ്രോൺസും കല്ലുമക്കായും പിന്നെ വെള്ളാഗോലി. ക്രാബിന്റെ മീറ്റ് പൊട്ടിച്ചിട്ടോ? ഇല്ല, മീറ്റ് അങ്ങനെ തന്നെ വേസ്റ്റ് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ എടുത്തു. ക്രാബിന്റെ ഫ്ലേവർ വന്നു നന്നായിട്ട്. ഗുഡ്, താങ്ക് യു. ഇത് ഡെക്കറേഷൻ പാർട്ടാണോ അല്ലേ? ചമ്മന്തി നോക്കാൻ വേണമെങ്കിൽ അല്ലേ? കേട്ടോ, താങ്ക് യു. അസാന സജിത്. ചക്ക തീം, ചക്കയിൽ തന്നെ
അലങ്കരിച്ചു. ചക്ക ക്രാബ്, നെല്ലിക്കയൊക്കെ ചേർത്തിരുന്നു അല്ലേ? നെല്ലിക്ക ചമ്മന്തി. അത് അവിടെയാണ് നെല്ലിക്ക മിക്സ് ചെയ്ത്, പച്ച നെല്ലിക്ക. ഓക്കെ, എവിടെയോ നെല്ലിക്കയുടെ ഓർമ്മ വന്നു എനിക്ക് പെട്ടെന്ന്. ഇതിപ്പോൾ ചമ്മന്തിയായിട്ട് മിക്സ് ചെയ്യണോ? മിക്സ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, സൈഡിൽ മസാല വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലോട്ടാണോ? ഒരു സൈഡിൽ മസാല വെച്ചിട്ടുണ്ട്. ഏത് സൈഡിലത്? നമ്മൾ ഈ എന്താ പറയാ, ട്രഷർ ആ സൈഡാവും. ഏതാ സൈഡിലാണ് മസാല? ഞാൻ അവിടെയാണോ? ഒരു വലിയൊരു തടസ്സം കാണുന്നുണ്ട്. അവിടെ അപ്പോൾ അവിടെ ആയിരിക്കും. ക്രാബിന്റെ എല്ലുകൾ അവിടെ നോക്കിക്കോ. ഓക്കെ, അത് ഫ്രീയാ. റൈസ് മാത്രമേ ഉള്ളൂ. ശരി. ഇവിടെ തന്നെ എടുക്കട്ടെ. എടുത്ത് തരണോ? ഇളക്കി തരണോ? അടുത്ത് തന്നാൽ കുറച്ച് ഉപകാരമായിരിക്കും. ഓക്കെ, മസാല സെൻറ്ററിലായിരുന്നു കേട്ടോ, സൈഡല്ല. ഓക്കെ, താങ്ക് യു. യെസ്, ഇനി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ചമ്മന്തി നോക്കട്ടെ. പച്ചമാങ്ങ, നെല്ലിക്ക, മാംഗോ, മാങ്ങയും കോക്കനട്ടും. ഹണിയാണ് അതിലിട്ട്. ഇറ്റ്സ് നൈസ്. അത് നൈസ്. ഫ്രഷ് ആ ഒരു പിന്നെ മാംഗോ, മാംഗോ, കോക്കനട്ട്, പൈനാപ്പിൾ, പൈനാപ്പിൾ, ക്യാരറ്റ്. കോക്കനട്ട് ആ സ്ലൈസ് ചെയ്തിട്ട് നീളക്കത്തിൽ ഉണ്ടല്ലേ അതിനകത്ത്? ഇറ്റ്സ് നൈസ്, ഗുഡ്, താങ്ക് യു. ജിഷ വിജിത്ത്. നല്ല ചൂടൊക്കെ ഉണ്ട്. ഹോട്ട് എല്ലാവരും ഇപ്പോൾ ജസ്റ്റ് യെസ്, ഇറ്റ്സ് ഹോട്ട്. ഇതിലാണ് പച്ചമാങ്ങയും നെല്ലിക്ക ചതച്ചതും. ട്രോപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മൾ മാംഗോവും പൈനാപ്പിളും പിന്നെ നമ്മളെ നെല്ലിക്കയല്ലേ, അതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഞാൻ. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്താണ് അല്ലേ, സംതിങ് ഡിഫറെൻറ്റ്. ഇത് നമ്മളെങ്ങനെയാണ് മിക്സ് ചെയ്ത് തന്നെ വെച്ച് മിക്സ് ചെയ്തിട്ട് മസാലയും റൈസും മിക്സ് ചെയ്തിട്ട് ആണ് വെച്ചിരിക്കുന്നത് ഓൾറെഡി. നമ്മളിനി വലുതായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് ദയർ. കിട്ടി. ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് വന്നത്? പച്ചമാങ്ങ, പച്ചനെല്ലിക്ക, പിന്നെ പൈനാപ്പിൾ, പ്രോൺസ്, ചെറിയുള്ളിയിലും സവാളയിലും നന്നായിട്ട് വെളിച്ചെണ്ണക്കകത്ത് വഴറ്റി മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ചേർത്തു. പിന്നെ മസാലയൊക്കെ ഞാൻ പെരിഞ്ജീരകം മെയിനായിട്ടിട്ടത്. ഗരം മസാല ഇല്ല, അതിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെരിഞ്ജീരകത്തിൻ്റെ ടച്ച് കൊടുത്തു. ആ ഒരു മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് കുറച്ച് മാംഗോ നല്ല ഒരു വേരിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സംതിങ് യുണീക്ക്, ഡിഫറെൻറ്റ്. സ്പൈസസ് ഒക്കെ നന്നായിട്ട്
നന്നായിട്ടുണ്ട്. ഇത് എവിടെയോ ഒരു ചെറിയൊരു മധുരം പോലെ അത് വരുന്നുണ്ട്. പൈനാപ്പിൾ അതാ പറഞ്ഞ ഒരു ചെറിയൊരു എല്ലാം കൂടി ഒരു അത് മൈൽഡായിട്ട് കയറി പൈനാപ്പിൾ നിൽക്കുകയല്ല. അച്ചാർ മാം ഒന്ന് ട്രൈ ചെയ്തു. ഓ അടിപൊളി, വെരി നൈസ്, സൂപ്പർ. ഓവറോൾ ഇറ്റ്സ് വെരി നൈസ്. താങ്ക് യു മാം. അപ്പോൾ നമ്മുടെ 4 കണ്ടസ്റ്റൻസ് ഇവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കുവാണ്. ആകാംക്ഷ വരുന്നത്. എല്ലാം ബിരിയാണികളും നന്നായിരുന്നു കേട്ടോ. ഫ്രം ദി ഹാർട്ട് ഞാൻ പറയുക. യെസ്, ഇറ്റ് വാസ് ഓൾ ഗുഡ്. പക്ഷെ എന്ത് ചെയ്യും, only 2 അതെ, മുന്നോട്ട് പോവുള്ളൂ അല്ലേ അടുത്ത റൗണ്ടിലേക്ക്. എല്ലാവരെയും അടുത്ത റൗണ്ടിലേക്ക് വിടണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പോയിൻറ്റ്സിലാണ് കേട്ടോ മാറുന്നത്. അതൊന്നും കാര്യമാക്കണ്ട. ഇനിയും അവസരങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ സന്തോഷമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് സെലക്റ്റഡ് ആയവരെ കുറച്ചുകൂടി ശ്രമിച്ച് എക്സൽ ചെയ്യാനും നോക്കുക. വിളിച്ചാലോ ചേച്ചി? യാ, ആരൊക്കെയാണ് 1 and 2 ആരൊക്കെ സെലക്റ്റഡ്? ഹസീന ഹനീഫ് കണ്ണൂർ. ഹാപ്പി. ആൻഡ് അടുത്തിരിക്കുന്ന ആള് ഹാപ്പിയാണ്, അതെ കൈയടിച്ചു പാസ്സാക്കി. പാലക്കാട്. ആൻഡ് അടുത്ത ജിഷ ബിജിത്ത്. ഇവരൊക്കെ ഫ്രണ്ട്സ് അതെ, അത് കാരണം അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പിയാണ്. ആര് സെലക്റ്റഡ് ആയാലും ഓൾ ആർ ഹാപ്പി. അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്. അപ്പോൾ ജിഷ ആൻഡ് ഹസീന അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. നിങ്ങൾ രണ്ടുപേരും ബാക്കി രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ഇനിയുള്ള ഫ്യൂച്ചർ കോമ്പറ്റീഷൻസ്. അപ്പോൾ ഒരു ചെറിയ 2 ഉപഹാരങ്ങൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇത് മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. പിന്നെ നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഫെറേറെ ബസ്മതി റൈസ്. ഓക്കെ, താങ്ക് യു. സന്തോഷമായി. ഓക്കെ, ഹാപ്പി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മുടെ കോമ്പറ്റീഷൻ തീരുന്നില്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അടുത്ത 4 കണ്ടസ്റ്റൻസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ. ബിരിയാണി ക്യൂൺ സീഫുഡ് പാർട്ണർ ഫിൻമാർട്ട് ആൻഡ് ഡെൽഫിഷ് ട്രിവാൻഡ്രം. The gift hamper sponsored by Milma. Dr. Lakshmi Nayers Ornaments Courtesy Jewel Hut GH Road Statue Trivandrum. ആഭരണം ബയാനുരാധ നായർ ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.